കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനത്തിനുമുള്ള അന്തിമ ചർച്ചകൾ ഓരോ മുന്നണിയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ അപ്രതീക്ഷിത തോൽവിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് LDF. ഇക്കുറി അതിനായി സകല അടവുകളും പയറ്റുന്നുമുണ്ട്. പുതിയ തന്ത്രങ്ങൾ അവതരിപ്പിക്കാൻ തന്നെയാണ് അവരുടെ ശ്രമം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുപക്ഷം സംസ്ഥാനത്ത് ആദ്യ മുൻതൂക്കം നേടുകയാണ്. 15 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ 20 സീറ്റുകളിലും LDF തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി. കേരളത്തിലെ സീറ്റുകളിൽ മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം CPI-യും പ്രഖ്യാപിച്ചിരുന്നു. ഒരാഴ്ച മുൻപ് കോട്ടയത്തെ ഇടത് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും പ്രഖ്യാപിച്ചിരുന്നു. B. ജോയ് ആറ്റിങ്ങൽ, പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം, M. മുകേഷ് കൊല്ലം, CA അരുൺകുമാർ മാവേലിക്കര, ഡോക്ടർ TM തോമസ് ഐസക് പത്തനംതിട്ട, AM ആരിഫ് ആലപ്പുഴ, തോമസ് ചാഴിക്കാടൻ കോട്ടയം, ജോയ്സ് ജോർജ് ഇടുക്കി, KJ ഷൈൻ എറണാകുളം, C. രവീന്ദ്രനാഥ് ചാലക്കുടി, VS സുനിൽകുമാർ തൃശൂർ, K. രാധാകൃഷ്ണൻ ആലത്തൂർ, A. വിജയരാഘവൻ പാലക്കാട്, KS ഹംസ പൊന്നാനി, B. വസീഫ് മലപ്പുറം, എളമരം കരീം കോഴിക്കോട്, ആനി രാജ വയനാട്, KK ശൈലജ വടകര, MV ജയരാജൻ കണ്ണൂർ, MV ബാലകൃഷ്ണൻ കാസർഗോഡ് എന്നിങ്ങനെയാണ് LDF സ്ഥാനാർത്ഥി പട്ടിക. 20 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ LDF മുൻതൂക്കം തേടുമ്പോൾ UDF-ൽ കോട്ടയം, കൊല്ലം സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച ചാഴിക്കാടിനെ നേരിടാൻ ഫ്രാൻസിസ് ജോർജിനെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം കളത്തിലിറക്കിയിരിക്കുന്നത്. RSPയുടെ സീറ്റായ കൊല്ലത്തെ NK പ്രേമചന്ദ്രൻ തന്നെ കോൺഗ്രസ് സിറ്റിംഗ് MPമാർക്ക് വീണ്ടും അവസരം നൽകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത്തവണ മത്സരത്തിനില്ലെന്ന തീരുമാനം പിൻവലിച്ചുകൊണ്ട് K. സുധാകരൻ കണ്ണൂർ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് ഒടുവിൽ പുറത്തുവന്ന സൂചനകൾ. സിറ്റിംഗ് MPമാരെല്ലാം മത്സര രംഗത്തുണ്ടാകുമെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലും വ്യക്തത കൈവന്നിട്ടില്ല. കഴിഞ്ഞ തവണ കൈവിട്ട ആലപ്പുഴ മണ്ഡലം തിരിച്ചുപിടിക്കാനായി KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുമോ എന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായാൽ ആലപ്പുഴയിലും മത്സരം കടുക്കുമെന്ന് കരുതാം. 2014-ൽ 20,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു KC വേണുഗോപാലിന്റെ വിജയം. 2019-ൽ AM ആരിഫിലൂടെ മണ്ഡലം CPM തിരിച്ചുപിടിക്കുകയുമായിരുന്നു. കേരളത്തിലെ 16 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ ലീഗും മത്സരിക്കും. കോട്ടയത്ത് കേരള കോൺഗ്രസിനും കൊല്ലത്ത് RSPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പൊന്നാനിയിലും മലപ്പുറത്തും സിറ്റിംഗ് MPമാർ മത്സരിക്കുക എന്നതായിരുന്നു ലീഗിലെ നേരത്തെ ധാരണയെങ്കിലും രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടിയതിനാൽ പുതുമുഖത്തെ ഇറക്കണോ എന്നതാണ് നിലവിലെ ആലോചനയും. ഉഭയകക്ഷി ചർച്ചയിലെ തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും സിറ്റിംഗ് സീറ്റ് വിട്ടുനൽകാനാവില്ല എന്ന കോൺഗ്രസ് നിലപാട് അംഗീകരിക്കുകയാണ് മുസ്ലിം ലീഗ്. പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ സീനിയേഴ്സിനെ LDF കളത്തിലിറക്കുമ്പോൾ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ അതീവ സൂക്ഷ്മതയോടെയാകും കോൺഗ്രസിന്റെ നീക്കം. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിന് രാജ്യത്ത് ആകെ ലഭിച്ച 52 സീറ്റുകളിൽ 15 എണ്ണവും കേരളത്തിൽ നിന്നായിരുന്നു. ലോക്സഭയിലെ കോൺഗ്രസിന് MPമാരിൽ 30% പങ്കുവഹിക്കുന്നത് കേരളമാണെന്ന് സാരം. ഇത് ഇത്തവണയും ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. LDF-ന്റെ ശക്തരായ സ്ഥാനാർത്ഥികളെ നേരിടാൻ ഇത്തവണ രാഹുൽ തരംഗം കൂട്ടിനില്ലെന്ന ബോധ്യവും കോൺഗ്രസിന് ഉണ്ടാകും. അതിനാൽ MPമാരുടെ പ്രവർത്തനം പരിശോധിച്ചും ജയസാധ്യത പരിഗണിച്ചും സ്ഥാനാർത്ഥി പട്ടികയിൽ ട്വിസ്റ്റുകൾ കൊണ്ടുവരാനും കോൺഗ്രസ് മുതിർന്നാൽ അത്ഭുതപ്പെടുത്തേണ്ടതില്ല. അതിനാൽ MPമാരുടെ പ്രവർത്തനം പരിശോധിച്ചും ജയസാധ്യത പരിഗണിച്ചും സ്ഥാനാർത്ഥി പട്ടികയിൽ ട്വിസ്റ്റുകൾ കൊണ്ടുവരാനും കോൺഗ്രസ് മുതിർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. സംസ്ഥാനത്ത് BJPയുടെ കാര്യവും വ്യത്യസ്തമല്ല. തൃശൂരിൽ സുരേഷ് ഗോപി ആയിരിക്കും മത്സരിക്കുക എന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല എങ്കിലും ഏറെക്കുറെ ഉറപ്പിച്ച സ്ഥാനാർത്ഥിത്വമാണ്. മറ്റു മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള സൂചനകൾ പോലും ഇതുവരെ പ്രത്യക്ഷത്തിലില്ല. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്ര ഇന്നലെ സമാപിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് തീരുമാനങ്ങൾ ഉടൻ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി പ്രചാരണ ശൈലിയിലും LDF കാര്യമായ അഴിച്ചുപണി നടത്തുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണത്തെ സമ്പൂർണ്ണ പരാജയം ആവർത്തിക്കാതിരിക്കാനാണ് മുന്നണിയുടെ ശ്രമം. ഇതിനു പുറമെ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിൽ പുതിയ രീതികൾ പരീക്ഷിക്കാനും LDF തയ്യാറായേക്കും, പ്രത്യേകിച്ച് തൃശൂർ, തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങളിൽ.